വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ വീര്യം ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നുരഞ്ഞു പൊന്തുകയാണ്. മദ്യത്തിൻ്റെ കാര്യം അങ്ങനെയാണ്. എല്ലാവരുടെയും ഇഷ്ടത്തോഴനാണ്, എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷേ രഹസ്യമായിട്ട് വേണം, രഹസ്യ ബാന്ധവമാണ്. രാഷ്ട്രീയത്തിൽ നോക്കൂ, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും അബ്കാരികളുടെയും അല്ലെങ്കിൽ ഡിസ്റ്റിലറി ഉടമകളുടെയൊക്കെ കാശ് വളരെ സ്വീകാര്യമാണ്. പക്ഷേ എല്ലാം രഹസ്യമായിട്ടേ പറ്റത്തുള്ളൂ, പരസ്യമാക്കത്തില്ല. ഈ മദ്യം പല സർക്കാരുകളെയും പലപ്പോഴും കുഴിയിൽ കൊണ്ട് ചാടിച്ചിട്ടുണ്ട്. നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാര്യം തന്നെ നോക്ക്. ന്യായമായിട്ട് ഒരു 2-ാം ഊഴം കിട്ടേണ്ടതായിരുന്നു. അതില്ലാതെ പോയത് മദ്യനയം, മദ്യം ഇതൊക്കെ കൊണ്ടാണ്. അങ്ങനെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണെങ്കിലും പലപ്പോഴും ഒരു വില്ലൻ്റെ സ്വഭാവവും മദ്യം കാണിക്കും. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ധനകാര്യമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവതരിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ആദ്യ ബജറ്റ്, അതിൽ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഘടന നിശ്ചയിച്ചു. പക്ഷേ ഇവിടെ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇവിടെ അത് വിൽപ്പനയ്ക്കില്ല. കേരളത്തിലെ വിപണി അവർക്കായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല. അത് UDF സർക്കാരിൻ്റെ മദ്യനയത്തിൽ ഉൾപ്പെടുത്തി തീരുമാനമെടുത്താൽ മാത്രമേ അത് നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. ആ വഴിക്കുള്ള ആലോചനകൾ പോലും ആരംഭിച്ചിട്ടില്ല. അതാദ്യം UDF ചർച്ച ചെയ്യണം, അതിനുശേഷം അവരുടെ ശുപാർശയായിട്ട് മന്ത്രിസഭാ യോഗത്തിൽ വരണം, അവിടെ ഒരു തീരുമാനം ഉണ്ടാകണം, എന്നിട്ടാണ് മദ്യനയം നടപ്പിൽ വരിക. അവിടെ ആ വഴിക്കുള്ള ചർച്ചകളോ ആലോചനകളോ തുടങ്ങിയിട്ട് പോലുമില്ല. പക്ഷേ ഒരു പുതിയ നികുതി അല്ലെങ്കിൽ അതിൻ്റെ ഘടന തയ്യാറാക്കുന്നതും പ്രഖ്യാപിക്കുന്നതുമൊക്കെ ബജറ്റിലാണ്. ബജറ്റ് അവതരിപ്പിച്ചു. അതിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ, വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിനുള്ളൊരു സാഹചര്യം ഉണ്ടായാൽ എന്തായിരിക്കണം അതിൻ്റെ നികുതി ഘടന, അത് സംബന്ധിച്ച് ഒരു മുൻകൂട്ടി തീരുമാനം അല്ലെങ്കിൽ ഒരു അഭിപ്രായം ബജറ്റിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെ എതിർക്കുന്നവരെന്താ പറയുക? പ്രതിപക്ഷം അടക്കമുള്ളവർ. അവർ പറയുന്നത്, ചേട്ടാ, ഇവിടെ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ തീരുമാനിക്കുന്നില്ലെങ്കിൽ പിന്നെന്തിനാണ് നികുതി ഘടന മുൻകൂട്ടി തീരുമാനിക്കുന്നത്? അതിന് കോൺഗ്രസ്സിന് അല്ലെങ്കിൽ സർക്കാരിന് അവരുടേതായ ന്യായമുണ്ട്. നികുതി ഘടന തീരുമാനിച്ചു എന്നുള്ളത് കൊണ്ട് കേരളത്തിൽ അത് വിൽക്കാൻ തീരുമാനിച്ചു എന്ന് അർത്ഥം വരുന്നില്ല. അതാണ് സർക്കാരിൻ്റെയും ഭരണകക്ഷിയുടെയും അഭിപ്രായം. മദ്യമെന്ന് കേട്ടാൽ തന്നെ എതിർപ്പുമായിട്ട് വരുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് വീര്യം കൂടിയതാവട്ടെ, വീര്യം കുറഞ്ഞതാവട്ടെ, അല്ലെങ്കിൽ ഒട്ടും വീര്യമില്ലാത്തതാവട്ടെ, മദ്യം എന്ന 2 അക്ഷരത്തിൻ്റെ ശ്രവണ മാത്രയിൽ തന്നെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ പ്രതിഷേധവുമായിട്ട് വരും. അവർക്ക് ആകപ്പാടെ ശരീരമാസകലം ഒരു വിറയലാണ് ഉണ്ടാവുക. അത് പ്രത്യേകിച്ച് UDF ഭരിക്കുന്ന സമയത്താണെങ്കിൽ അവരുടെ പ്രതിഷേധത്തിൻ്റെ ശബ്ദം 10 ഇരട്ടിയാവും. പക്ഷേ LDF ആണ് ഭരിക്കുന്നതെങ്കിൽ അവരുടെ പ്രതിഷേധം പലപ്പോഴും ആംഗ്യഭാഷയിലായിരിക്കും പുറത്തേക്ക് വരിക. ഇപ്പോൾ UDF ആണ്. അപ്പോൾ പല ക്രൈസ്തവ സഭകളും ഈ വീര്യം കുറഞ്ഞ മദ്യം വിപണിയിലെത്തിക്കുന്നതിനെതിരായിട്ട് അല്ലെങ്കിൽ അത് കേരളത്തിൽ വിൽക്കാൻ അനുവദിക്കുന്നതിനെതിരായിട്ട് വലിയ ശബ്ദം ഉയർത്തിക്കഴിഞ്ഞു, അല്ലെങ്കിൽ പ്രതിഷേധം ഉയർത്തിക്കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് VM സുധീരൻ. മദ്യമെന്ന് കേട്ടാൽ മതി, അദ്ദേഹം പെട്ടെന്ന് മഹാത്മാഗാന്ധിജിയാവും. ഇവിടെ അത് തന്നെ സംഭവിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് അദ്ദേഹം കത്തെഴുതിയിരിക്കുക, യാതൊരു കാരണവശാലും വീര്യം കുറഞ്ഞ മദ്യം ഇവിടെ വിൽക്കാൻ അനുവദിക്കരുത്. അത് നമ്മുടെ മദ്യ നയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുറേശ്ശെ മദ്യത്തിൻ്റെ ഉപഭോഗം കുറച്ചു കൊണ്ടുവരണം എന്ന പ്രഖ്യാപിതമായ നിലപാടിന്, അതുപോലെ തന്നെ പ്രകടന പത്രികയിൽ നമ്മൾ വെച്ചിരിക്കുന്ന വാഗ്ദാനത്തിന് ഒക്കെ എതിരാണ്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ വില കുറഞ്ഞ മദ്യം കേരളത്തിൻ്റെ വിപണിയിലേക്ക് അടുപ്പിക്കാൻ പോലും പാടില്ല എന്നാണ് നമ്മുടെ മഹാത്മാ VM സുധീരൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിക്ക് കത്തും അയച്ചു കഴിഞ്ഞു. പിന്നെ നമ്മുടെ പ്രതിപക്ഷം വെറുതെ ഇരിക്കുമോ? VM സുധീരൻ എതിർക്കുന്നു, ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർ എതിർക്കുന്നു, കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ മുളയിട്ട് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ പിന്നെ പ്രതിപക്ഷം വെറുതെ ഇരിക്കുമോ? സത്യം പറഞ്ഞാൽ ഈ മദ്യത്തിൻ്റെ വിൽപ്പനയും മദ്യത്തിൻ്റെ വ്യാപനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ LDF എടുത്ത നിലപാട് അല്ലെങ്കിൽ LDFിൻ്റെ സർക്കാർ നടപ്പാക്കിയ തീരുമാനങ്ങൾ നമ്മളൊന്ന് ഓർക്കുമ്പോൾ, ഇവരുടെ ഈ ഗോഗാവിളികൾ കാണുമ്പോൾ, അല്ലെങ്കിൽ VD സതീശനെതിരായിട്ടുള്ള ആരോപണങ്ങൾ കേൾക്കുമ്പോൾ മൂക്കത്ത് വിരൽ വയ്ക്കുകയല്ലാതെ വേറെ മാർഗമില്ല. കാരണം ഈ വീര്യം കുറഞ്ഞ മദ്യം എന്ന പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ ഉപജ്ഞാതാക്കൾ തന്നെ LDF. അതിൻ്റെ പേരെടുത്തതും അരിഞ്ഞാണം കെട്ടിയതും ജാതകം കുറിച്ചതും എല്ലാം LDF സർക്കാരാണ്. കഴിഞ്ഞ LDF സർക്കാരാണ്. 2022-23
LDFിൻ്റെ മദ്യനയത്തിൻ്റെ സന്താനമാണിത്, ഈ വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ളത്. നമ്മുടെ വിപണിക്ക് ഇതുവരെ പരിചിതമായ ഒരു കാര്യമല്ല. രാജ്യത്ത് മറ്റ് പല സംസ്ഥാനങ്ങളിലും അത് വിൽക്കുന്നുണ്ട്. കേരളത്തിൽ അതില്ല. ഏതാണ്ട് 0.5% മുതൽ 20% വരെ ആൽക്കഹോളിൻ്റെ അംശമുള്ള മദ്യത്തെയാണ് ഈ വീര്യം കുറഞ്ഞ മദ്യമെന്ന് വിവക്ഷിക്കുന്നത്. അതിവിടെ ബിയറുണ്ട്, വൈനുണ്ട്, അല്ലാതെ മറ്റ് ഈ 0.5% തൊട്ട് മുകളിലേക്ക് വീര്യമുള്ള മദ്യ ഇനങ്ങളൊന്നും ഇവിടെ വിൽക്കുന്നില്ല. അപ്പോൾ 2022-23 LDFിൻ്റെ മദ്യനയത്തിൽ ഇത് സംബന്ധിച്ച ഭേദഗതി വരികയാണ്. അത് കേരളത്തിൽ വിൽക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയാണ്. മദ്യവിൽപ്പന ചട്ടങ്ങളിൽ അത് ഉൾപ്പെടുത്തുകയാണ്. അതൊന്നും പോരാഞ്ഞ പഴവർഗ്ഗങ്ങളിൽ നിന്ന് 20%, 30% വരെ വീര്യമുള്ള അല്ലെങ്കിൽ ആൽക്കഹോളിൻ്റെ അംശമുള്ള ഹോർട്ടി വൈൻ നിർമ്മിക്കാനുള്ള തീരുമാനവും LDF സർക്കാർ എടുത്തിരിക്കുക. ഇത്രയുമായപ്പോഴാണ് ഇന്ത്യയിൽ ബക്കാഡി പോലെയുള്ള വൻകിട മദ്യ നിർമ്മാതാക്കൾ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായിട്ട് രംഗത്ത് വരുന്നത്. ഇവിടെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എന്ന ലേബലിൽ വിൽക്കുന്ന മദ്യത്തിന് 42% ആൽക്കഹോളിൻ്റെ അംശം ഉള്ളത്. അതിന് 251% നികുതിയാണ്. പക്ഷേ വീര്യം കുറഞ്ഞ മദ്യമാകുമ്പോൾ അത് വിൽക്കാൻ അനുവദിക്കുമ്പോൾ അതിൻ്റെ നികുതി കുറയ്ക്കണം, നികുതി നിരക്കുകൾ കുറയ്ക്കണമെന്ന് ഈ മദ്യവ്യാപാരികൾ ആവശ്യപ്പെട്ടു. സ്വാഭാവികമായും ന്യായമായ ഒരു കാര്യമാണ്. നിങ്ങളത് വിൽക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ 42% ആൽക്കഹോൾ അംശമുള്ള അല്ലെങ്കിൽ മദ്യത്തിൻ്റെ അംശമുള്ള മറ്റ് മദ്യ ഇനങ്ങൾക്ക് ഈടാക്കുന്ന നികുതി അരുത്, അത് അല്പം കൂടി കുറയ്ക്കണം. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ LDF സർക്കാർ ധനമന്ത്രി KN ബാലഗോപാലിൻ്റെ നേതൃത്വത്തിൽ ഒന്നിലേറെ തവണ ചർച്ചകൾ നടത്തി, മദ്യവിൽപ്പനക്കാരുടെ പ്രതിനിധികളുമായി സംസാരിച്ചു. അവസാനം ഇപ്പോൾ സതീശൻ അദ്ദേഹത്തിൻ്റെ ബജറ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന നികുതി ഘടനയോട് ചേർന്ന് നിൽക്കുന്ന ഒരു നികുതി ഘടന സംബന്ധിച്ച് ധാരണയാവുകയും ചെയ്തു. പക്ഷേ തീരുമാനമായില്ല. അതേസമയം ആ ഫയൽ അടയ്ക്കുകയും ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് VD സതീശൻ ബജറ്റ് തയ്യാറാക്കിയപ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി സംബന്ധിച്ച് അതിൻ്റെ ഘടന എന്തായിരിക്കണം എന്നത് സംബന്ധിച്ച് ഒരു തീരുമാനം ബജറ്റിൽ പ്രഖ്യാപിച്ചത്. അതാണിപ്പോൾ വലിയ വിവാദ വിഷയമായിരിക്കുന്നത്. ഇത് കേട്ടപാടെ CPM പ്രതിപക്ഷം ഇതിനെതിരായിട്ട് ശക്തമായിട്ട് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അവരാണിത് കൊണ്ടുവന്നത്. ഇതിൻ്റെ ഉപജ്ഞാതാക്കൾ പറഞ്ഞല്ലോ, ഇതിൻ്റെ പേരെടുത്തതും അരിഞ്ഞാണം കെട്ടിയതും ജാതകം കുറിച്ചതൊക്കെ അവരാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അവരിപ്പോൾ വലിയ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് മുൻ എക്സൈസ് മന്ത്രിയായിരുന്ന MP രാജേഷ്. അദ്ദേഹം പറയുന്നതിന് പിന്നിൽ വലിയ അഴിമതിയുണ്ട്. 42% ആൽക്കഹോളുള്ള മദ്യത്തിന് 251% നികുതി. അതിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി നിരക്ക് താഴേക്ക് കൊണ്ടുവന്നത് അങ്ങേയറ്റം അഴിമതിയാണ്, അഴിമതിക്ക് വേണ്ടിയാണ്. ഇത് ഡിസ്റ്റിലറികളുടെ സൗകര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ മദ്യ വിൽപ്പനക്കാർക്ക് വേണ്ടിയാണ്. ഇത് കർണാടകയിലെ ചില മദ്യ വ്യവസായികൾക്ക് വേണ്ടിയാണ്. MP ജയരാജൻ ഇതുപോലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് KN ബാലഗോപാലിൻ്റെ നേതൃത്വത്തിൽ നികുതി ഘടന സംബന്ധിച്ച് ചർച്ച നടന്നല്ലോ, പലവട്ടം സംസാരിച്ചല്ലോ. അതൊക്കെ കർണാടകയിലെയോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെയോ ഏതെങ്കിലും ഡിസ്റ്റിലറിക്കാർക്ക് വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ മദ്യവ്യാപാരികൾക്ക് വേണ്ടിയായിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? അതോ അങ്ങനെ ആയിരുന്നോ? ആ അനുഭവത്തിൽ നിന്നാണോ VD സതീശൻ്റെ ബജറ്റിൽ ഈ നികുതി ഘടന വന്നപ്പോൾ അതിനെ അഴിമതി എന്ന് പറഞ്ഞുകൊണ്ട് എതിർക്കുന്നത്? 10 വർഷത്തെ പിണറായി ഭരണം, LDFിൻ്റെ സർക്കാരുകൾ എങ്ങനെയാണ് കേരളത്തെ മദ്യത്തിൻ്റെ പൂങ്കാവനമാക്കിയത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം വിട്ടു പോകുമ്പോൾ കേരളത്തിൽ 29 ബാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇടതുമുന്നണി അധികാരത്തിൽ വന്നത് തന്നെ മദ്യവർജനമാണ് ഞങ്ങളുടെ നയം, ഘട്ടം ഘട്ടമായിട്ട് മദ്യത്തിൻ്റെ ഉപഭോഗം കുറച്ചുകൊണ്ടുവരും എന്ന വാഗ്ദാനം നൽകിക്കൊണ്ടാണ്. നമ്മളിപ്പോഴും മറന്നിട്ടില്ല നമ്മുടെ ഇന്നസെൻറ്റും KPFC ലളിതയുമൊക്കെ ഫീച്ചർ ചെയ്ത പരസ്യങ്ങൾ, മദ്യവർജനത്തിന് വേണ്ടിയുള്ള പരസ്യങ്ങൾ. ഇതൊക്കെ കാണിച്ച് ജനങ്ങളെ പറ്റിച്ചാണ് ആദ്യത്തെ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത്. അവർ ഭരണം ഏറ്റെടുത്ത ഉടനെ തന്നെ എന്താണ് ചെയ്തത്? ബാറുകളുടെ പ്രവർത്തന സമയം അരമണിക്കൂർ അങ്ങ് കുറച്ചു. അത് രാവിലെ 11 മുതൽ രാത്രി 11 വരെ ആക്കി. പക്ഷേ അധികം താമസിയാതെ തന്നെ പിണറായി സർക്കാർ, ഒന്നാം സർക്കാർ ബാറുകളുടെ പ്രവർത്തന സമയം 2 മണിക്കൂർ അങ്ങ് വർദ്ധിപ്പിച്ചു. രാവിലെ 10 മുതൽ വൈകുന്നേരം 12 മണി വരെ ആക്കി.
പിന്നീട് അവരുടെ മദ്യനയം എന്തായിരുന്നു? 3 സ്റ്റാർ സൗകര്യങ്ങളുള്ള എല്ലാ ഹോട്ടലുകൾക്കും ബാറുകൾ അനുവദിക്കുക എന്നുള്ളതായിരുന്നു. ഒന്നാം പിണറായി സർക്കാർ പുതുതായി 200 ബാറുകളാണ് അനുവദിച്ചത്. അത് പോരാഞ്ഞ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് റദ്ദാക്കിയ അല്ലെങ്കിൽ ലൈസൻസ് റദ്ദാക്കിയ ബാറുകൾക്ക് വീണ്ടും ലൈസൻസ് പുതുക്കി നൽകുകയും ചെയ്തു. പിണറായി അധികാരത്തിൽ വരുമ്പോൾ 29 ബാറുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ആ ഗവൺമെൻറ്റിൻ്റെ അവസാന സമയമാകുമ്പോഴേക്കും കേരളത്തിലെ ബാറുകളുടെ എണ്ണം 662 രണ്ടാം പിണറായി സർക്കാരും ഇതേ നയമാണ് സ്വീകരിച്ചത്. അവർ പുതുതായിട്ട് 142 ബാറുകൾക്ക് ലൈസൻസ് കൊടുത്തു. ഉമ്മൻചാണ്ടി അധികാരമൊഴിയുമ്പോൾ 29 ബാറുകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ 884 ബാറുകൾ. ഇങ്ങനെ ബാറുകൾ അനുവദിക്കുന്നതിന് അവർ ചില പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയുണ്ടായി. സത്യം പറഞ്ഞാൽ ഇതൊക്കെ പഠന വിഷയമാക്കേണ്ട കാര്യങ്ങളാണ്. വിദേശത്ത് ഏതെങ്കിലും സർവകലാശാലകൾ ഇതറിഞ്ഞാൽ ഇവിടെ വന്ന് ഇതിനെക്കുറിച്ച് പഠിക്കും. ഇവർ അതിനുവേണ്ടി ആവിഷ്കരിച്ച് നടപ്പാക്കിയ ഒരു തന്ത്രം എന്ന് പറയുന്നത് കൂടുതൽ സ്ഥലങ്ങൾ ടൂറിസം മേഖലകളായിട്ട് പ്രഖ്യാപിക്കുക. ടൂറിസം മേഖലയിൽ കൂടുതൽ ബാറുകൾ അനുവദിക്കുന്നതിനുള്ള നയം അവർ സ്വീകരിച്ചിരുന്നു. അപ്പോൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടുന്നതനുസരിച്ച് കേരളത്തിൽ ബാറുകളുടെ എണ്ണവും കൂടിക്കൊണ്ടിരുന്നു. 2015 ജാനുവരിയിൽ കേരളത്തിൽ 14 വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിൻ്റെ എണ്ണം എത്രയാണെന്നറിയാമോ? 74. അതനുസരിച്ചിട്ട് ബാറുകളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഇത് മാത്രമല്ല, മദ്യനയവുമായി ബന്ധപ്പെട്ട LDF സർക്കാരിന് മേനി നടിക്കാനുള്ളത്. അവർ ശുദ്ധജലം പോലും മര്യാദയ്ക്ക് കിട്ടാത്ത പാലക്കാട്ടെ ഏലപ്പുള്ളിയിൽ ഒരു ബ്രൂവറി ആരംഭിക്കാൻ വേണ്ടി തീരുമാനമെടുത്തതാണ്. പക്ഷെ വലിയ ജനകീയ പ്രതിരോധം ഉണ്ടായപ്പോൾ അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. എന്തായാലും ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട കഥാപാത്രങ്ങളെല്ലാം ഇതിനകം കളം പിടിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ വീര്യം കുറഞ്ഞ മദ്യത്തിലെ വീര്യം കൂടുതൽ വിവാദങ്ങൾക്ക് കാരണമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.